ഒരായിരം നന്ദി. എൻ്റെ പേര് റിറ്റു. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ ബിന്ദു. ഞാനൊരു BSc നേഴ്സാണ്. 2023 ഓഗസ്റ്റ് മാസം തൊട്ട് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന സമയത്ത് ചേച്ചിമാരൊക്കെ കൃപാസനത്തിലെ പത്രമൊക്കെയും പിന്നെ കാശുരൂപമൊക്കെ തരുമായിരുന്നു. അപ്പോൾ ഞാൻ വായിക്കത്തൊന്നുമില്ല, പക്ഷേ വീട്ടിൽ കൊണ്ട് വെക്കാറുള്ളായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ കൃപാസനത്തെ പറ്റിയിട്ടൊന്നും അങ്ങനെ ചേച്ചിമാരോടാണെങ്കിലും ഒന്നും ചോദിക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. പത്രം തരുമ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ട് വെക്കും, അങ്ങനെ ആയിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇവിടെ എനിക്ക് എന്തെങ്കിലും വരേണ്ട വരും, ഉടമ്പടിയൊക്കെ എടുക്കേണ്ടി വരും എന്നുള്ളൊരു ചെറിയ ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ B2 കോഴ്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ 2025 തൊട്ട് ഞാൻ 24 തൊട്ട് ഞാൻ എക്സാം എഴുതാൻ തുടങ്ങി. ആദ്യം ഞാൻ ഹൈദരാബാദിലാണ് എക്സാം എഴുതിയത്. അവിടെ വെച്ച് 4 മൊഡ്യൂൾ എഴുതിയപ്പോൾ ഞാൻ 2 മൊഡ്യൂൾ പാസ്സായി, 2 മൊഡ്യൂൾ കിട്ടിയില്ല. അതിനുശേഷം ഞാൻ ഡൽഹിയിൽ എഴുതി. അവിടെ വെച്ച് ഞാൻ 1 മൊഡ്യൂളാണ് ഞാൻ പാസ്സായത്. ഞാൻ ഷ്രൈബൻ എത്ര എഴുതിയിട്ട് ഞാൻ പാസ്സാകുന്നുണ്ടായിരുന്നില്ല റൈറ്റിംഗ് എക്സാം. അതിനുശേഷം ഞാൻ ചെന്നൈയിൽ എഴുതി. എല്ലായിടത്തും എഴുതുമ്പോൾ 4 മാർക്കൊക്കെ വെച്ചാണ് ഞാൻ തോറ്റു പോകുന്നത്. പിന്നെ തിരുവനന്തപുരത്തൊക്കെ എഴുതി. എവിടെ എഴുതിയിട്ട് ഞാനങ്ങ് പാസ്സാകുന്നില്ല. എത്ര പഠിച്ചിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടും അങ്ങ് പാസ്സാകുന്നില്ല. അതിനുശേഷം ഏറ്റവും അവസാനം ഞാൻ തിരുവനന്തപുരത്ത് ഒന്നുകൂടെ ഞാൻ സീറ്റ് എടുത്ത് എഴുതി. മെയ് മാസം 31 ആയപ്പോൾ ഞാൻ സീറ്റ് എടുത്ത് ഷ്രൈബൻ വീണ്ടും ഞാൻ എഴുതി കഴിഞ്ഞ് ഞാൻ അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇനി കൃപാസനത്തിൽ ഞാൻ വന്ന് ഉടമ്പടി എടുക്കും. കാരണം ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാലേ എനിക്ക് അനുഗ്രഹം ലഭിക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം 2025 ജൂൺ മാസം 6-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ആത്മീയമായിട്ട് വളരാൻ സാധിച്ചു. മാതാവിനോട് ഞാൻ എന്നും മുട്ടിപ്പായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ആ 1 മൊഡ്യൂൾ എന്നെ എങ്ങനെയെങ്കിലും മാതാവെ പാസ്സാക്കണേ. കാരണം ഞാൻ ഇതിനു വേണ്ടി അലഞ്ഞ് 2 വർഷത്തിൽ മേലെയായി. എത്ര എഴുതിയിട്ട് ഞാൻ പാസ്സാകുന്നില്ല. അവസാനം അപ്പം ഞാനൊരു ദിവസം ഞാൻ കണ്ടായിരുന്നു. അതായത് എന്നോടൊരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ഞാൻ പാസ്സാകുന്നിട്ട് എന്നോട് സിസ്റ്റർ പറഞ്ഞു അതുപോലെ 60 മാർക്ക് വേണം പാസ്സാകാൻ. അപ്പോൾ അതിൽ കൂടുതൽ മാർക്ക് നൽകുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ മാതാവ് എനിക്ക് അടയാളം നൽകിയിരുന്നു. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ 84 മാർക്കോടെ ഞാൻ ഷ്രൈബൻ്റെ എക്സാം ഞാൻ പാസ്സായി. ഒരിക്കലും എൻ്റെ കഴിവ് കൊണ്ടല്ല, അമ്മ മാതാവിൻ്റെ മധ്യസ്ഥാൽ ഈശോ എനിക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാനും സാധിച്ചു. അതിനുശേഷം എൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം മാതാവ് എനിക്ക് സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തി തന്നു. നവംബർ മാസം ഞാൻ VFSൽ ഡേറ്റ് വെച്ചു. പാസ്പോർട്ടിൽ വിസ അടിച്ച് ലഭിച്ചു. അടുത്ത ആഴ്ച 12-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. അങ്ങനെ അതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. പിന്നെ 2ാമത്തെ സാക്ഷ്യം എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് തലയിൽ താരൻ കൂടി സ്പോറിയാസിസ് പോലെ അങ്ങനെ വന്നായിരുന്നു. അപ്പോൾ ഭയങ്കര സ്മെല്ലും ബ്ലഡൊക്കെ വരുന്നുണ്ടായിരുന്നു. ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ പോയി ഡോക്ടേഴ്സിനെ കാണിച്ചു, മരുന്നൊക്കെ ഉപയോഗിച്ചു. പക്ഷേ ഒരു കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആദ്യ ഉടമ്പടിയിൽ ഞാൻ നിയോഗമായിട്ട് എഴുതിയായിരുന്നു അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യം നൽകണേ മാതാവേന്ന്. അങ്ങനെ ഞങ്ങൾ ജപമാല റാലിയിലൊക്കെ പങ്കെടുത്തു. അതിനുശേഷം അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യം നൽകി മാതാവ് അനുഗ്രഹിച്ചു. ഇപ്പോൾ അമ്മയുടെ തലയിൽ അങ്ങനെ ഒരു കുഴപ്പവും ഇല്ല. പൂർണ്ണമായിട്ട് ഈശോ അമ്മയ്ക്ക് സൗഖ്യം നൽകി. ഇതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. ആത്മീയമായിട്ട് അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് വളരാൻ സാധിച്ചു. ഞാൻ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പസാരിക്കുന്നത് മാസങ്ങൾ കൂടുമ്പോഴായിരുന്നു കുമ്പസാരമൊക്കെ. പിന്നെ ഇപ്പോൾ ഉടമ്പടി ജീവിതത്തിന് ശേഷം ഞാൻ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഞാൻ കുമ്പസാരിക്കാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ അരമണിക്കൂർ വെച്ച് മനസ്സിലാക്കി ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്. അങ്ങനെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള കാരുണ്യഭവനിൽ എനിക്ക് ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്ന് ഒരുവിധം അരിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ പൊതിച്ചോറ് വിതരണം ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ പത്രം എല്ലാം നൽകാറുണ്ട്. നേരത്തെയൊക്കെ എനിക്കൊരു മടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു മടിയില്ല. എല്ലാവർക്കും ഞാൻ പത്രം നൽകാറുണ്ട്. അങ്ങനെ മാതാവ് വഴി ലഭിച്ച മാതാവിൻ്റെ മധ്യസ്ഥാൽ ഈശോ നൽകിയ ഒരു അനുഗ്രഹത്തിന് 1000 നന്ദി. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 24-ാം തിരുവചനം. വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാനത് കേൾക്കും. റിറ്റുവിൻ്റെ അതിശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിലെ മകൾ ഏറ്റുപറഞ്ഞത്. ഈ മകളുടെ സാക്ഷ്യം വളരെ വ്യക്തമായും ഇതൊരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഉടമ്പടി കണ്ടൻറ്റിൽ പ്രാപിച്ചെടുത്തിട്ടുള്ള അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ഒരു സാക്ഷ്യമാണ്. ഈ മകൾക്ക് എത്ര തന്നെ പരിശ്രമിച്ചിട്ടും ഒരു മൊഡ്യൂൾ കിട്ടാതെ വന്നപ്പോൾ പരിശുദ്ധ അമ്മയോട് വളരെയധികം ആശ്രയിച്ച് ഈശോയിൽ നിന്ന് വളരെ
പ്രാർത്ഥനാപൂർവം യാചിച്ചെടുത്ത് ഈശോയോട് ചേർന്ന് നിന്നപ്പോൾ പരിശുദ്ധ അമ്മ ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്ത് വിസ നൽകി അനുഗ്രഹിച്ച വലിയ സാക്ഷ്യമാണ്. നമുക്കറിയാം, ക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കും. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവ്യബലിയിലൊരു വലിയ അപ്ഡേറ്റ് നമുക്ക് തന്നതാണ്, ഒരു മെസ്സേജ് തന്നതാണ്. ക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കും, പക്ഷേ എല്ലാവരെയും ഇഷ്ടപ്പെടില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. കാരണം ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ക്രിസ്തു കൺഫ്രണ്ട് ചെയ്യും, നീ ഇവരെക്കാൾ കൂടുതലായി എന്നെ സ്നേഹിക്കുന്നുവോ. അതുപോലെ തന്നെ ഈശോയ്ക്ക് ചില ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുവാനും അതിന് ആനുപാതികമായ ഒരു ഉത്തരം ഈശോ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവരെയാണ് ഈശോ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത്. നമുക്കറിയാം, ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവർ എല്ലാവരും തന്നെ ഈശോയെ ഇഷ്ടപ്പെടാൻ വേണ്ടി, ഈശോ എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് വളരെയധികം പരിശ്രമിക്കേണ്ടവരാണെന്ന് അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉടമ്പടി എടുക്കുന്നത് നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിത്യതയോളം ഈശോയെ സ്നേഹിക്കുവാൻ, ഈ ജീവിതത്തിന് ശേഷവും ഈശോയോടൊപ്പമായിരിക്കാനുള്ള ഒരു പരിശ്രമമായിരിക്കണം നമ്മുടെ ഈ ഉടമ്പടി ജീവിതമെന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ മകൾക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ് അമ്മയുടെ തലയിലുണ്ടായിരുന്ന ഒരു സോറിയാസിസ് പോലെ വളരെ മാസങ്ങളായി, 5-6 മാസങ്ങളായി അവരെ വേദനിപ്പിച്ചിരുന്ന ഒരു അസുഖം, സ്കിൻ ഡിസീസ്. അതിവിടുത്തെ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കംപ്ലീറ്റ് ഹീൽഡായി ഈശോയിൽ നിന്ന് വലിയ സൗഖ്യം നൽകി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ അസ്വസ്ഥതകളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് റിറ്റുവിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഏത് ദേശത്ത് ചെന്നാലും ഇനിയും ഈശോയെ പ്രഖ്യാപിക്കുവാനുള്ള, വിശ്വാസ കൈമാറ്റം നടത്തുവാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.